എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നീളത്തിൽ ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കണം. കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു റെസിപ്പിക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. വട്ടത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുക്കാം. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചേർത്ത് കൊടുത്ത പൊടികളൊന്നും കരിഞ്ഞു പോവാതെ തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റി പച്ച സ്മെല്ല് മാറുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം എല്ലാം മാറുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കോവക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും ചെറിയ തീയിലാണ് കോവയ്ക്ക അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ടത്. വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അടി പിടിക്കാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. 10 മിനിറ്റിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കോവക്ക ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി കോവക്ക ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ള ഒരു നാടൻ മെഴുക്ക് വരട്ടിയാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. വേറെ ഒരു കറി ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 5 മിനിറ്റ് കൂടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്ത കോവയ്ക്കാണ്. നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്